വിമാന ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് സഹോദരങ്ങളായ മുഹമ്മദ് ആഷിഖും മുഹമ്മദ് ഷഹീനും ദുബായിൽ നിന്നും കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട വിഷമത്തിലാണ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ സഹോദരങ്ങൾ. വിമാന ദുരന്തത്തിന്റെ അവിശ്വസനീയമായ ഓർമ്മകളിലാണ് ചങ്ങരംകുളം സ്വദേശികളും സഹോദരങ്ങളുമായ മുഹമ്മദ് ആഷിഖും മുഹമ്മദ് ഷഹീനും. അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇരുവരും കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ ചികിത്സയിലാണ്. ആഷിഖിന് ഇരുകൈകൾക്കും ശരീരത്തിനും പരിക്കുണ്ട്. ഷഹീന് തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത്. ദുബായിൽ വർഷങ്ങളായി ജോലി ചെയ്യുകയാണ് ഇരുവരും. കോവിഡിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ആ സംഭവം മുഹമ്മദ് ഷഹീൻ വിവരിക്കുന്നു. അവിടുന്ന് ഇന്നലെ 2 മണിക്കാണ് 1:30 അടുത്ത് ഫ്ലൈറ്റ് പൊങ്ങേണ്ടത്. അത് 2 മണിക്കാണ് പൊങ്ങിയത്. അത് പൊങ്ങിയിട്ട് ഇവിടെ ശരിക്ക് 5:45 പറഞ്ഞു. 5 മണി 5:15 ആകുമ്പോഴത്തേന് അവർ അനൗൺസ് ചെയ്തു ഇപ്പോൾ കാലിക്കറ്റ് എത്തിയിരിക്കുന്ന ലാൻഡ് ചെയ്യണമെന്ന്. പക്ഷേ മഴയും കാർമേഘം എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റ് അതിങ്ങനെ അവരിങ്ങനെ മേലെ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് കുറേ നേരം അവർ. പിന്നെ അത് പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് ലാൻഡ് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ ഏതോ പിന്നെയും ലാൻഡ് ചെയ്യാൻ പറ്റാതെ പിന്നെ പൊങ്ങി. രണ്ടാമത് പൊക്കുന്ന ഇടക്കാണ് പെട്ടെന്നൊരു സഡൻ ബ്രേക്കും. പക്ഷെ ഞങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു സൗണ്ടും. പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഫ്ലൈറ്റ് 2 ഭാഗമായി, 2 പാർട്ടായി. ഫ്രണ്ട് കംപ്ലീറ്റ് പോയി. ഞങ്ങൾ ഏകദേശം മിഡിൽ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കുറേ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു കുഴിയാണ്, വലിയൊരു ഗർത്തം പോലെ വലിയ കുഴിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടുന്ന് ബ്ലീഡിങ്, അവിടുന്ന് ബ്ലീഡിങ്. എൻ്റെ ജ്യേഷ്ഠൻ അവിടെ കിടക്കുന്നത്, അവൻ ഇപ്പുറത്തുണ്ടായിരുന്നു. അവൻ്റെ 2 കുഴ തെറ്റിപ്പോയി. അപ്പോൾ നമ്മളത് ഭാഗ്യത്തിന് നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരിയിട്ടുണ്ടായിരുന്നില്ല. ചില ആൾക്കാർ ലാൻഡ് ചെയ്യണ സമയത്ത് ഊരാതുകൊണ്ട് ടൈറ്റാക്കി പിടിച്ചു. നമ്മൾ കൈ പ്രഷർ കൊടുത്തു. ഈ 2 ഷോൾഡർ ഭയങ്കര പെയിൻ, ഇവിടെയൊക്കെ വീങ്ങിയിട്ടുണ്ട്. സിനിമയിലും മറ്റും കണ്ട ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അമ്പരപ്പ് മാറിയിട്ടില്ല ഷഹീന്. സുഹൃത്തുക്കളായ 2 പേരടക്കം 4 പേരായിരുന്നു ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് യാത്ര തിരിച്ചത്. ഇവരെ കൂടാതെ കോഴിക്കോട് പലേരി സ്വദേശി അഷ്റഫ്, കൽപ്പകഞ്ചേരി സ്വദേശി തുപ്പത്ത് ജാസിർ, ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി ആഷിഖ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇവരെല്ലാം അപകടനില തരണം ചെയ്തതായി എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി പറഞ്ഞു. ഇന്നലെ ഏകദേശം 8:30 മണിക്കാണ് നമുക്ക് കോൾ കിട്ടുന്നത്. നമ്മുടെ ടീം റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ വി അനൗൺസ്ഡ്, നമ്മൾ കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്തു. നമ്മുടെ ഹസാർഡ് അസസ്മെൻറ്റ് ഭാഗമായിട്ട് ഇവരെല്ലാം ദുബായിൽ നിന്ന് വരുന്നതുകൊണ്ട് കോവിഡ് എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ടീം എല്ലാവരും PPE കിറ്റെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 പേഷ്യൻസാണ് നമുക്ക് കിട്ടിയതുള്ളത്. വന്ന സമയത്ത് എല്ലാവരുടെയും ഹെഡ് ഇഞ്ചറിയും കാര്യങ്ങളെല്ലാം സസ്പെക്ട് ചെയ്ത് അതിൻ്റേതായുള്ള പ്രോട്ടോകോൾ വഴി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ലഭിച്ച 5 പേഷ്യൻറ്റിൽ ഒരാൾക്ക് ഇൻട്രാബ്ഡമിനൽ ഇഞ്ചുറി ഉണ്ട്, വേറൊരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, മറ്റൊരാൾക്ക് കൈകാൽ ഫ്രാക്ചേഴ്സ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ സ്റ്റേബിളായിട്ട് ഇവിടെ ഒബ്സർവേഷനിൽ തുടരുന്നു. അഷ്റഫിന് കൈക്കും കാലിനുമാണ് പരിക്കുള്ളത്. അൽമാസ് ആശുപത്രിയിൽ ചെമ്മാട് കരിപ്പറമ്പ്, മണ്ടായപ്പുറത്ത് നിഹ്മത്തുള്ള, കൽപ്പകഞ്ചേരി മയ്യേരിച്ചിറ, കുഴിക്കാട്ട് അബ്ദുൽ കരീം എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നവർ. ഇവരും അപകടനില തരണം ചെയ്തു. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.